നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിഷാലയം. നമ്മൾക്ക് എല്ലാവർക്കും ജോലിക്ക് പ്രവേശിക്കുമ്പോഴും, ജോലിക്കുള്ള ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും, പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഒക്കെ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് അത് വേണ്ട വിധത്തിൽ അത് അവിടെ പ്രതിഫലിപ്പിക്കാൻ കഴിയാതെ വരുന്ന, അതായത് ചിലപ്പോൾ മാനസിക ടെൻഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ഒരു പേടിയോ ഭയമോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുകൊണ്ട് നമുക്ക് വേണ്ട വിധത്തിൽ ആർജിച്ച വിവരം നമുക്ക് അവിടെ പറയാൻ പറ്റാത്ത അവസരങ്ങൾ വരും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ബജ്രംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മന്ത്രം നിത്യേന ഒരു 21 ഉരു ജപിച്ച് 41 ദിവസം തുടർച്ചയായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രസിദ്ധി വരികയും പിന്നീട് നമ്മൾ ഏതൊരു കാര്യത്തിന് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും ഈ മന്ത്രം 3 വട്ടം ജപിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കാര്യം, ഉദ്ദേശിച്ച കാര്യം നടക്കുമെന്ന് മാത്രമല്ല, നമ്മൾക്ക് ആത്മധൈര്യം പകരുകയും നമ്മൾക്ക് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ മന്ത്രത്തിൻ്റെ. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ആത്മധൈര്യം വേണ്ടുവോളം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് മുന്നേറാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഇനി ഈ മന്ത്രത്തെ പരിചയപ്പെടുത്താം. ഓം വജ്രദേഹായ രാമദൂതായ വായുപുത്രായ നമോസ്തുതേ. ഓം വജ്രദേഹായ രാമദൂതായ വായുപുത്രായ നമോസ്തുതേ എന്നീ മന്ത്രം നിത്യേന ജപിക്കുന്നത് വളരെ ഗുണകരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മന്ത്രസിദ്ധി വരുത്താൻ ഒരു 41 ദിവസം തുടർച്ചയായിട്ട് ജപിക്കുകയും മന്ത്രസിദ്ധി വന്നു കഴിഞ്ഞാൽ നമ്മൾ കാര്യത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ശുഭകാര്യങ്ങൾക്ക്, അതായത് ജോലി, ടെസ്റ്റുകൾ എഴുതുക, പരീക്ഷ എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് 3 ഉരു ജപിച്ച് ഇറങ്ങുകയും ആ ടെസ്റ്റിൽ നമ്മൾ ഉന്നതരായി വിജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ വിജയിക്കുകയും ജോലി കിട്ടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ തൊട്ടടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് വയ്ക്കുകയും വെണ്ണ നിവേദ്യം നടത്താം. അതുപോലെ തന്നെ അവിൽ നിവേദ്യം നടത്തുന്നതൊക്കെ വളരെ ഗുണകരമായി ഭവിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.